എല്ലാ മഹത് വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. ഇവിടെ സുധാകർജി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അമ്മമാരെയൊക്കെ കാണുമ്പോൾ അത് പറയാൻ ഞാൻ യോഗ്യയാണോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം എന്നേക്കാൾ മുതിർന്ന അമ്മമാരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഈ ഭാഗത്ത് തന്നെയുള്ളവരാണ്. ഈ അമ്പലത്തെ ചുറ്റിപ്പറ്റി അമ്പലവുമായി ജീവിക്കുന്നവരാണ് എന്ന് നിങ്ങളെല്ലാവരും കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നിങ്ങളാണ് ഈ വരുന്ന നവംബർ മാസം നടക്കുന്ന നമ്മുടെ ഏറ്റവും വലിയൊരു പരിപാടിയായിട്ടുള്ള അമൃത മഹോത്സവം പരിപാടി ഇവിടെ വിജയിപ്പിക്കുന്നതിൻ്റെ ഒരു മാതൃസമിതിയാണ് ഇവിടെ രൂപീകരിക്കുന്നത്. ഇപ്പോൾ സ്വാമിജി പറഞ്ഞ പോലെ ഇതിനു മുമ്പ് ഒരുപാട് സമിതികൾ രൂപിച്ചു. ഈ പരിപാടിയുടെ സ്വാഗത സംഘത്തിന് ശേഷം ഒരുപാട് പരിപാടികൾ രൂപീകരിച്ചുവെങ്കിലും ഈ മാതൃസമിതി എന്ന് പറയുന്നത് ഈ പരിപാടിയുടെ നെടുന്തൂണ് തന്നെയാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന അമ്മമാർ, ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ്. നമുക്കെല്ലാം അറിയാം, വീട്ടിൽ ആരൊക്കെ തന്നെ ഉണ്ടെങ്കിലും അമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾ നിന്ന് ചെയ്യുന്ന പോലെ ഒരിക്കലും വരില്ല. നമ്മൾ ഒരു ദിവസം മാറി നിന്ന് ആ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെയാണ് ഓരോ ചെറുതായാലും വലുതായാലും പരിപാടികൾ. നമ്മൾ സ്ത്രീകളുടെ അസാന്നിധ്യത്തിൽ ഒന്നും തന്നെ നടക്കില്ല. ഞാൻ നിങ്ങളിതാക്കി പറയല്ല, എങ്കിലും ഞാൻ പറയുകയാണ്, അമ്മമാരെ അല്ലെങ്കിൽ സ്ത്രീകൾ മുന്നിൽ നിന്ന് നടത്തുന്ന പരിപാടി വിജയിച്ചിരിക്കും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത് പല സാഹചര്യങ്ങളിലും നമ്മൾ തെളിയിച്ചിട്ടുള്ളവരുമാണ്. നമ്മുടെ അടുക്കളയിൽ മുതൽ രാഷ്ട്രപതി ഇരിക്കുന്ന രാഷ്ട്രപതി ഭവൻ വരെ സ്ത്രീകൾക്ക് എത്തിച്ചെല്ലാൻ സാധിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം വിജയം മാത്രമേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. വിജയം കൊണ്ടുവരാനും അത് ലോകത്തിന് മൊത്തം മാതൃകയാക്കാനും സാധിച്ചിട്ടുള്ളവരാണ് നമ്മൾ സ്ത്രീകൾ. ഇപ്പം ഇവിടെ നടക്കുന്ന പരിപാടിയിൽ വെറും സപ്താഹ പരിപാടി മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ സാംസ്കാരിക പരിപാടികൾ ഉണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ആധ്യാത്മിക പരിപാടികളെല്ലാം അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് കുറച്ച് ഉൾപ്രദേശങ്ങളിൽ ഉണ്ട് എന്നല്ലാതെ വലിയൊരു പരിപാടികളൊക്കെ, കാരണം ആർക്കും സമയമില്ല, എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. ആർക്കും സപ്താഹം വന്ന് കേൾക്കാൻ സമയം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വന്ന് ഇരിക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒരു സാഹചര്യമാണ്. പക്ഷേ ഇതുപോലെയുള്ള നമ്മുടെ അമ്പലങ്ങൾ, മാതൃസമിതികളൊക്കെ മുന്നോട്ട് വന്ന് ഇതിനെ നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് മാത്രമല്ല, ഇനി വരുന്ന നമ്മുടെ ഒരു തലമുറ കൂടിയുണ്ട്. നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ പേരമക്കൾ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് നമ്മുടെ സംസ്കാരം കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള അമ്പലങ്ങളും സപ്താഹങ്ങളും നമ്മുടെ സാംസ്കാരിക പരിപാടികളും എല്ലാം നിലനിന്ന് വന്നാൽ മാത്രമേ ആ തലമുറയ്ക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ദിവസവും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ അറിയാം. ലഹരി ആയാലും മറ്റ് പീഡനം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നല്ല വാർത്തയേക്കാൾ കൂടുതൽ നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. നിങ്ങൾക്കറിയാം, ഓപ്പറേഷൻ തുഫാൻ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മുക്കിലും മൂലയിലും ലഹരിയാണ്. എല്ലാ സ്കൂളിൻ്റെ പരിസരങ്ങളിലും എല്ലാ സ്ഥാപനങ്ങളുടെ പരിസരത്തും ഏറ്റവും കൂടുതൽ ലഹരിയാണ് പിടിക്കുന്നത്. ഇതെല്ലാം ഉപയോഗിക്കുന്നതാരാ? ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർ നോക്കി വളർത്തുന്ന മക്കളാണിത് ഉപയോഗിക്കുന്നത്. നമുക്കറിയില്ല, കാരണം നമ്മുടെ മക്കൾ രാവിലെ പോണു, വൈകുന്നേരം വരുന്നു. പക്ഷെ നമുക്ക് എന്താണ്, നമ്മുടെ മക്കൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ പറഞ്ഞത് മാത്രം കേൾക്കുന്ന മക്കളാണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? ആ വരുന്ന 7-8 മണിക്കൂറിൽ അവർ പുറത്ത് എന്താ അവർ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. വീട്ടിലിരിക്കുന്നവർക്ക് ടെൻഷനാണ്, എന്ത് സംഭവിക്കും, പോയ കുട്ടി നല്ല രൂപത്തിൽ തന്നെ തിരിച്ചു വരണം, അങ്ങനെ നമുക്ക് എന്നും ടെൻഷനാണ്. അപ്പം ഇതിന്നൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ആധ്യാത്മികം നമ്മുടെ ഒരു ലഹരി ആയാൽ മാത്രമേ നമുക്ക് ഈ ലഹരിയിൽ നിന്നൊക്കെ നമുക്കൊന്ന് നമ്മുടെ മക്കളെ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇന്നിപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ വീട്ടിൽ എത്ര മക്കൾ വൈകുന്നേരത്തെ സന്ധ്യാനാമം ചൊല്ലുന്നവരുണ്ട്? വിരലിൽ എണ്ണാവുന്നവർ. എൻ്റെ വീട്ടിൽ ചൊല്ലില്ല, ഞാൻ പറയാം, എനിക്കൊരു മോളുണ്ട് മോനുണ്ട്, രണ്ടുപേരും സന്ധ്യാനാമം എന്ന് പറയും. ഇത് എൻ്റെ കണ്ണിൽ കണ്ട്. കാരണം ചെറുപ്പത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന് അല്ലെങ്കിൽ മുത്തശ്ശിയുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ 10ാം ക്ലാസ് എത്തി അവരോടൊന്നും പറഞ്ഞാൽ അവർക്ക് രാവിലെ ഒരു ഗണപതി ഹോമമാണൊന്ന് എണീറ്റിരിക്കാൻ പറഞ്ഞാൽ ഒന്നുകൂടെ പുതപ്പെട്ട് മൂടിപ്പോച്ച് കിടക്കും. കാരണം അവർക്ക് എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്ന് അറിയുന്നില്ല. ഇപ്പം ഈ അമ്പലത്തിൽ ഈ സമയത്ത് നമ്മളിവിടെ എല്ലാം ഒത്തുകൂടിയിരിക്കുന്നത് നമുക്ക് വേറെ ജോലി ഇല്ലാതെയോ അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങളില്ലാതെയോ അല്ല. പക്ഷെ ഇത് നമ്മുടെ ഒരു ഭാഗമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് നമ്മുടെ കടമയാണ്. ഈ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഈ ഉദ്യമത്തിന് മുന്നോട്ട് വന്നാൽ നമ്മളല്ലാതെ ആരാണ് ഇത് ചെയ്യുക? ഈ പറയുന്ന ഇവിടെ ഇരിക്കുന്ന അമ്മമാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ. അപ്പം ഇവിടെ നടക്കുന്ന പരിപാടി, ഓരോ പരിപാടിയിലും പുരുഷന്മാരെ ഒരു പിടി പിന്നാലെ നിർത്തിക്കൊണ്ട് നമ്മൾ മുന്നിൽ നിന്ന് ഈ പരിപാടി നടത്തണം. വിജയിപ്പിച്ച് ഇവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ട മറ്റു സംഘടനകളെ പോലെയല്ല. ഈ മാതൃസമിതി എന്ന് പറയുന്ന നെടുന്തൂണായി നിന്നുകൊണ്ട് ഈ ഹോളും ഇതിന് ചുറ്റു പരിസരം എല്ലാം നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മളൊരു വോളണ്ടിയറായി അല്ലെങ്കിൽ അമ്മയുടെ ഒരു ഭഗവാന്റെ ഒരു സേവകരായി നിന്നുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിച്ച് ഇവരുടെ മുന്നിൽ
നമ്മുടെ ഇവിടെയുള്ള മാതൃസമിതിയുടെ ഐക്യം ബോധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്തം. വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നത്. ചേച്ചിക്ക് തിരക്കായതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഒരു 3-4 പരിപാടികൾ ഒന്നിച്ച് ഞാനും സ്വാമിയും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാമിക്ക് മെയിൻ പ്രശ്നം എന്നെ വിളിച്ചാൽ കിട്ടാത്തതാണ് വലിയ പ്രശ്നം. അപ്പോൾ നമ്മളൊരു ഗായത്രി യജ്ഞം നടത്തിയിട്ടുണ്ടായിരുന്നു പാലക്കാട് ടൗണിൽ. ആ സമയത്ത് നമ്മൾ പ്രതീക്ഷയല്ല ആ പരിപാടി തുടക്കത്തിൽ നമ്മളവിടെ ഒരു പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ ഇത്രയധികം വിജയിക്കുന്നു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും അശ്വതി മണ്ഡപം നിറഞ്ഞു കവിഞ്ഞു. അമ്മമാരും കുട്ടികളുമായിട്ടുള്ള ഉൾപ്പെടെയുള്ളവർ ഗായത്രി യജ്ഞത്തിന് വേണ്ടിയിട്ട് അവർ 7 മണി 8 മണി ഫുള്ളായി അവിടെ ആൾക്കാർ. പിന്നെ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും ആൾക്കാരായിരുന്നു അവിടെ. പാലക്കാട് ടൗണിലെ കാര്യമാണ് പറയുന്നത്. കാരണം അപ്പം നമ്മളൊരു കാര്യത്തിന് അത് നമ്മൾ നടത്തുന്ന കാര്യത്തിൻ്റെ നന്മയാണുള്ള കാര്യമെങ്കിൽ അത് വിജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ ആ പരിപാടി അത് ദൈവിക പരിപാടിയാണെങ്കിൽ 100% അത് വിജയിച്ചിരിക്കും. കാരണം ഇത് നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്ന നമ്മുടെ ഒരു സേവനമാണ്. ഭഗവാന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സേവനമാണ്. ഒരു നാടിൻ്റെ നന്മയും അല്ലെങ്കിൽ നാടിൻ്റെ ഉയർച്ച എന്ന് പറയുന്ന അവിടെയുള്ള കൊച്ചു പെൺകുട്ടി മുതൽ വയസ്സായ അമ്മ വരെ തന്നെയാണ്. കാരണം നമ്മുടെ വീട്ടിൽ ആ പുരുഷന്മാരെ സംഭവിച്ചാൽ അറിയാം നമുക്ക്. അവർക്ക് ജോലിയാണ്, ടെൻഷനാണ്, അതാണ് ഇതാണ്, ഓരോരോ ടെൻഷനും കാര്യങ്ങളുമാണ് അവർക്ക്. അവരോട് ഇതുപോലത്തെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ജോലി ഇല്ലേ എന്ന് ചോദിക്കും. പക്ഷെ നമുക്ക് എന്താണ്, നമുക്ക് ഇവിടെ വരാനുള്ള സമയം ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. കാരണം നമ്മളെല്ലാം സ്ത്രീകൾ വീട്ടിലേ നോക്കും, കുട്ടികളുടെ നോക്കും, കുടുംബം നോക്കും, അയൽക്കൂട്ടം നോക്കും, ബാക്കിയുള്ള കാര്യങ്ങളും നോക്കും. ഇതുപോലെയുള്ള പരിപാടിയാണ് നമ്മളങ്ങനെ നമ്മളൊരു മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം രാവിലെ എണീച്ച് എൻ്റെ വീട്ടിലെ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഇവിടെ, ഇത് കഴിഞ്ഞ് എൻ്റെ ഓഫീസിൽ പോകണം. അങ്ങനെ നമ്മൾ ഒരു ദിവസം തന്നെ പല കഥാപാത്രങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരാണ് സ്ത്രീകൾ. അപ്പൊ ഈ ഒരു പരിപാടി വിജയിപ്പിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വവും അത് വിജയിച്ചു എന്ന് ഉറപ്പിക്കാനും സാധിക്കുന്ന ഒരു വലിയൊരു സംഘടന തന്നെയാണ് ഇപ്പം എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് വിജയിപ്പിക്കാൻ സാധിക്കും. പ്രമീള ചേച്ചിയുടെ അസാന്നിധ്യത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സമിതി നമ്മൾ കൂടുക, ഇടയ്ക്ക് കൂടുക, തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്